അമാനുഷിക കഴിവുകളുള്ള ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയിലെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതുപോലെയുള്ള ചില സിനിമകൾ നിങ്ങൾ കണ്ടു കാണും. ഇങ്ങനെയുള്ള സിനിമകളും സൂപ്പർ സ്റ്റാറുകളും വന്നുകൊണ്ടേയിരിക്കുന്നു. അമാനുഷിക സൂപ്പർ സ്റ്റാറുകളുടെ പട്ടികയിൽ അല്ലു നിതിൻ്റെ സ്ഥാനം എന്നും ഒന്നാമതായിരിക്കും. ഹലോ നിതിൻ, നീ ഇപ്പൊ എവിടെയാ? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുക. എന്റെ തിരക്ക് നിനക്ക് അറിയില്ലേ മോളെ? ഒന്ന് നിനക്ക് എടുത്തൂടെ? ഞാൻ ജാക്കി ചാന് സ്റ്റണ്ട് രംഗത്തിന്റെ ക്ലാസ് എടുക്കുമായിരുന്നു. പിന്നെ പറമ്പത്തെ എന്നാക്ക ഉണ്ട്. നിതിൻ, നിന്നെ പറ്റി ഓർക്കുമ്പോൾ ഞാനൊരു പൂങ്കാവനത്തിൽ അകപ്പെട്ടതുപോലെ. അതെ, പൂങ്കാവനം തന്നെ. അല്ലു നിതിനും ഉത്തരയും തമ്മിലുള്ള ദിവ്യ പ്രേമം തിരിച്ചറിഞ്ഞ ഉത്തരയുടെ അച്ഛൻ അല്ലു നിതിനെ വകവരുത്താൻ തീരുമാനിച്ചു. അതിനായി മുംബൈ അധോലോകത്തെ കിടുകിട പറപ്പിച്ച ദാമോദർജിയുടെ അരുമ ശിഷ്യനായ ആശാൻ എന്ന് വിളിപ്പേരുള്ള ഗുണ്ടാത്തലവനെ സമീപിച്ചു. ഉത്തരയുടെ അച്ഛന്റെ പഴയകാല സുഹൃത്താണ് ആശാൻ. എന്താണ് ഗോപാലകൃഷ്ണ, നിന്നെ ഈ ഇടയ്ക്ക് കാണാറില്ലല്ലോ ഇങ്ങോട്ട്? ആശാനെയൊക്കെ ആവശ്യം വരുമ്പോ കണ്ടാ പോരെ ആശാനെ, അതൊക്കെയല്ലേ അതിന്റെ ഒരു രീതി. ഇപ്പം നിനക്ക് എന്തോന്നാണ് ആവശ്യം? എന്റെ മോളോടൊരുത്തന് ഭയങ്കര പ്രേമം. ഭയങ്കര പ്രേമാന്നോടാ? ഭയങ്കരമാ. അപ്പൊ അവനെ അങ്ങ് തീർക്കണം അല്ലേടാ? അതെ ആശാനെ, അതെ. നീ അവന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യ്, ബാക്കി ഞാൻ നോക്കിക്കോളാം. ആശാന്റെ അക്കൗണ്ട് നമ്പർ അത് തന്നെയല്ലേ? 10 അതിൽ വീഴും. കാര്യം കഴിഞ്ഞ് ബാക്കി 10. നമ്മൾ തമ്മിൽ കണക്ക് വേണ്ട. നിന്റെ മോൾ എന്റെയും മോളല്ലേ ഗോപാല? നീ വിട്ടോ, കാര്യം ഞാൻ നോക്കിക്കോളാം. എടാ അബ്ബാസിയെ, എന്റെ മൊബൈൽ എടുത്തോണ്ട് വേടാ. യവനല്ലേ ആള്? അതെ. യവനെ നമുക്ക് അങ്ങ് തീർക്കണം. ശരി ആശാനെ. അതെ ആശാനെ തീർത്തേക്കട്ടോ. അതിന് ആശാൻ പറയേണ്ട ആവശ്യമില്ല, അത് തീർത്തിരിക്കും. ആശാനല്ലാതെ പിന്നെ വേറെ ആരാ പറയേണ്ടത്? ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്ന മൂഞ്ചാനോ? ഈ ആശാൻ പറഞ്ഞതൊക്കെ ആവട്ടെ ആശാനെ. ചീ പന്ന പുല്ല്. അല്ല പിന്നെ പോയി തീർത്തിട്ട് വരണ്ട. എന്റെ കാലുവന്മാരെ അടിച്ചൊടിച്ച്. ആശാന്റെ നിർദ്ദേശപ്രകാരം ആദിയും കൂട്ടരും നിതിനെ വകവരുത്താൻ ഇറങ്ങി പുറപ്പെട്ടു. വരുന്നുണ്ടോ നിനക്ക് പണി തരാനായിട്ട്? നീ കാത്തിരുന്നോ? നിനക്കൊക്കെ ധൈര്യമുണ്ടായി കൊളഞ്ഞിപ്പാലത്തിന്റെ വേടാ നിതിനാടാ പറയുന്നത്. പോടാ. നിനക്കെന്താടാ മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയത്തില്ലേ? ഇല്ലണ്ണ, അവന് കണ്ണു കാണത്തില്ല. നീ പോടാ, തമാശ പറയാതെ. താരത്തിന്റെ അടുത്ത് പോയി കളിക്കടാ. ഇല്ലണ്ണ, അവന് മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയത്തില്ല. പോയി അടിക്കണ്ട അവനെ. ശംഭു ഞാൻ അവനോട് അപ്പഴേ പറഞ്ഞതാ, എന്റെ ഒരു ഞൊട്ടിയില്ലവൻ പോയി തൊലഞ്ഞല്ലോ. അതാണ് നിതിൻ. നിനക്ക് പണി തരാടാ. സുപ്രു പോയടിടാ. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പം പൊയ്ക്കോ. ഇല്ല, കാണിച്ചു തരടാ. അപ്പൊ നിനക്ക് ആരോഗ്യത്തിന് ജീവിക്കാൻ ആഗ്രഹമില്ലല്ലേ? ഇത് നിനക്ക് വല്ല വേണടാ. ഞാൻ എന്റെ ആശാനെ കൊണ്ട് വരൂടാ. ആദിയും കൂട്ടരും അല്ലുവിന്റെ അടി കൊണ്ട് തിരികെ പോയി. ആദിക്ക് പേടിച്ച് പനി പിടിച്ചു. കൊട്ടേഷൻ കൊടുത്തിട്ട് 2 ആഴ്ച ആയിട്ടും ആശാന്റെ വിവരമൊന്നും ഇല്ലാത്തത് കൊണ്ടും ഉത്തരയുടെ അച്ഛൻ ആശാനെ വിളിച്ച് കാര്യം തിരക്കി. ആശാനെ, അവനെ തീർക്കുന്ന കാര്യം വല്ലതും ആയോ? ഇപ്പൊ തന്നെ 2 ആഴ്ചയായി. നീ സമാധാനപ്പെടുക പോലെ. കീരേലി ദാമോനെ വിട്ടിട്ടുണ്ട്. ഈ കീരേലിയെ കൊണ്ട് വല്ലതും നടക്കുവോ? കീരേലി പോയാ പവനായി. നീ സമാധാനപ്പെട്ടിരി. കീരേലി ആയാലും പവനായി ആയാലും എനിക്ക് കാര്യം നടന്നാ മതി. ശംഖുവിന്റെയും ചിക്കുവിന്റെയും ബോധം കളഞ്ഞവനാ നീ.
ഇന്നേക്ക് 9 ദിവസമായി അവർക്ക് ബോധം വന്നിട്ട്. ആദിക്കന്ന് പിടിച്ച പനിയാ, അത് നിപ്പേലാ നിക്കുന്നേ. നിനക്കറിയുമോ നിതിൻ? നിപ്പേല. തമിഴ്നാട്ടിൽ ഒരുത്തരുണ്ട് സൂര്യ, അറിയാമോ നിനക്ക് സൂര്യ? അവനടിച്ചാൽ 1.5 ടൺ വെയിറ്റാ. ഞാൻ അടിച്ചാൽ അത് 5 ടണ്ണൊക്കെ മേള വരും. അറിയുമോടാ പൊട്ടപ്പയലേ? ജാക്കിച്ചാനെ സ്റ്റണ്ട് പിടിപ്പിക്കുന്നവനാ ഞാൻ, സൂപ്പർമാനെ പറപ്പിക്കുന്നവനാ ഞാൻ. ഞാനത് നോക്കിയാ മതി, നീ ചത്തുപോകും ദാമു. ഇറമുണ്ടെങ്കിൽ വാടാ. ഓ നിതിൻ, ഓ എന്റെ ആശാന് കൊടുത്ത വാക്കാ ഞാൻ, അത് ഞാൻ പാലിക്കാൻ പോവുക. നിതിൻ, കൊല്ലല്ലേ, കൊല്ലല്ലേ, ഞാൻ ജീവിച്ചോട്ടെ, ഞാൻ ജീവിച്ചോട്ടെ. നിന്നെ ഈ നാടിന് ആവശ്യമുണ്ട്, എനിക്ക് ആവശ്യമുണ്ട്. ആശാന് വേണ്ടി ചാവാനുള്ളതല്ല നിന്റെ ഈ ജന്മം. നിനക്ക് എന്റെ പെങ്ങളെ കെട്ടിച്ചു തരും. നിന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചു തരണം. അറിയാ അളിയാ അളിയാ വാ അളിയാ വാ അളിയാ. അല്ലുവിനെ വകവരുത്താൻ പോയ ദാമുവിനെ അല്ലു പരിവർത്തനപ്പെടുത്തി. അല്ലുവും ദാമുവും അളിയനും അളിയനുമായി. ഇതറിഞ്ഞ് രോഷം പൂണ്ട ആശാൻ അല്ലുവിനെ വകവരുത്താൻ തന്റെ ഏറ്റവും വലിയ ശിഷ്യനായ പവനായിയെ വിളിച്ചു വരുത്തി. പവനായി, നമ്മുടെ ആദി, ചങ്കു, സുബ്രു 3 പേരെ അവൻ കിടത്തിയടാ. പിന്നെ പന്ന പുല്ലൻ കീരയിൽ ദാമുവിനെ വിട്ട് അവനവന്റെ പെങ്ങളെയും കെട്ടി സുഖമായിട്ട് അവിടെ താമസിക്കുക. അവനും നമ്മളെ തേച്ച്. ഇനി നീ മാത്രമേ ഉള്ളടാ പവനായി എന്റെ മാനം കാക്കാൻ. അങ്ങനെ പവനായി ലാൻഡ് ചെയ്തു. അല്ലുവിനെ തിരക്കി മീൻ വിൽക്കുന്ന ചേച്ചിയുടെ അടുത്തും പല സ്ഥലത്തും അന്വേഷിച്ച് നടപ്പായി. കിട്ടിയ ചെറിയ സൂചനകൾ വെച്ച് പവനായി അല്ലു ഉള്ള സ്ഥലം കണ്ടുപിടിച്ചു. ആ വലിയ ബിൽഡിങ്ങിന്റെ അടുത്തെത്തി. അല്ലു അപ്പോൾ പക്ഷിരാജനെ കാണാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷിരാജൻ വസീകരനെ കാണാൻ ചെന്നൈ പോയി. പവനായി, നീ വന്നു അല്ലേ? എനിക്കറിയായിരുന്നു ആശാനെ നിന്നെ വിളിച്ചാലേ ഒക്കുമെന്ന്. എന്റെ ആശാൻ പറഞ്ഞാൽ ഞാൻ വന്നല്ലേ പറ്റൂ. എന്റെ ആശാന ഇന്നീ കാണുന്ന പവനായി ആക്കി എന്നെ മാറ്റിയത്. അതെന്ത് കോപ്പായാലും എനിക്ക് കണക്കാ പവനായി. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ട് നിന്നെയാണ് കേൾക്കുന്നത്. നീ തീർന്നാൽ ഇന്ത്യയിലെ മയക്കുമരുന്ന്, കള്ളക്കടത്ത്, അത് കൊലപാതകം മുതൽ നിപ്പ വരെ തീരും. ഈ പക്ഷിരാജൻ തവർ സത്യം, നിന്നെ ഞാൻ തീർത്തിരിക്കും. അതിനു മുന്നേ നീ പുളിക്കും. വാളൻപുള്ളിയുടെ പുളിയോ കൊടംപുള്ളിയുടെ പുളിയോ? വാളപുളിയുടെ പുളിയോ കൊടംപുളിയുടെ പുളിയോ പിഴിഞ്ഞു പുളിയോ ഒന്നുമല്ലത്. എനിക്കധികം സംസാരിക്കാൻ സമയമില്ല പവനായി. നീ തീർന്നടാ മുണ്ടക്കൽ പവനായി. എന്റെ 10,000 ടൺ പവറിൽ 1000 ടൺ പവർ നിനക്ക് തരട്ടെ. നിന്റെ ഒരു കോപ്പ് എനിക്ക് വേണ്ടടാ മോനെ. എഴുന്നേറ്റ് മാറടാ. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കടാ നമുക്ക്. സോറി പവനായി, നീ രാജ്യത്തിനെ ദോഷമാ. നിന്നെ ഞാൻ തീർക്കോ പവനായി. ആചാരെ, പവനായി ശവമായി. സൂപ്പർ സ്റ്റാർ അല്ലുവിന്റെ സൂപ്പർ പവറിനെ കുറിച്ചുള്ള പ്രസിദ്ധി അങ്ങ് തമിഴ്നാട്ടിലുമെത്തി. അല്ലുവിന്റെ ഒരിടിക്ക് 10,000 ടൺ ശക്തിയാണ്. അല്ലുവിന്റെ ആ പവറിനെ തമിഴ്നാട് സർക്കാർ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തമിഴ്നാട് ഇലക്ട്രിസിറ്റി മന്ത്രി അല്ലുവിനെ വിളിച്ചു. அந்த கேரளா பவர் நிதினோட நம்பரு இதுதான். ഹലോ, ഞാൻ തമിഴ്നാട് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ മാടസാമി കൂപ്പിടുത്. സാർ നിങ്ങളോ? എന്താണ് സാർ വേണ്ടത്? போன பேச மாற்று கிடையாது தம்பி. நீங்க இங்க வரணும். ஒரு முக்கியமான விஷயம் பேச வேண்டியிருக்கு. சார் கண்டிப்பா ஃப்ளைட் எடுத்து இப்ப வரேன்.
സാർ ഞാൻ വന്നിട്ടേ എന്നെ വേണം. இது தம்பி உங்களுடைய 5000 யூனிட் பவர் இங்க தமிழ் மக்களுக்கு வேணும் சரியா? அப்படியா தரே. இங்க எலக்ட்ரிசிட்டி கிடையாது, தண்ணி கிடையாது, ஒண்ணுமே கிடையாது. உங்களோட உடம்பு இருந்து 5000 மில்லியன் யூனிட் கரண்ட் இங்க தமிழ் மக்களுக்கு வேணும். கிடைக்குமா? கண்டிப்பா தரேன். ஆந்திரா கொடுக்கறது, மும்பை கொடுக்கறது, பின்ன என்ன உங்களுக்கு 5000 தானே? கண்டிப்பா தரேன். ரொம்ப தேங்க்ஸ் நிதின் தம்பி. സൂപ്പർ സ്റ്റാർ അല്ലു എന്നതിൻ്റെ അപാര ശക്തിയും അത്ഭുത കഴിവും തിരിച്ചറിഞ്ഞ ഡോക്ടർ ശശാങ്കൻ അല്ലുവിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി. അത്ഭുത സിദ്ധിയുള്ള ബ്ലഡാണത്. ഈ ലോകത്ത് ഏത് ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ചേരാൻ പറ്റുന്ന, ചത്ത കുഞ്ഞിനെ പോലും ജീവിപ്പിക്കാൻ പറ്റുന്ന ബ്ലഡ്. അങ്ങനെ അല്ലു നിതിൻ മഹാ ചാരിറ്റി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഞാൻ ഡോക്ടർ ശശാങ്കൻ, ലോകത്തെ ഏറ്റവും വലിയ ലാബിൻ്റെ അധികാരി. എനിക്ക് പറയാനുള്ളത് സൂപ്പർ സ്റ്റാർ അല്ലു നിതിൻ്റെ ബ്ലഡിനെ കുറിച്ചാണ്. ഏത് ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ചേരുന്ന ഒരേ ഒരു വ്യക്തി അല്ലു നിതിൻ്റെയാണ്. പുള്ളി ആഴ്ചയിൽ ഒരിക്കൽ രക്തദാനം നടത്തും. വലിയ വലിയ ഹോസ്പിറ്റലുകാർ വന്ന് ബക്കറ്റ് കണക്കിന് കൊണ്ടുപോകും. മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കാൻ അല്ലുവിൻ്റെ രക്തദാനം. 4 നാൾ മരിച്ചുകൊണ്ടൊരു പയ്യനെ രക്ഷപ്പെടുത്തിയത് ഈ അല്ലുവിൻ്റെ ബ്ലഡ് കൊണ്ടാണ്. മരിച്ച പയ്യന്റെ ബോഡിയെ പറ്റി തന്തയും തള്ളയും ഇവിടെ കാടിച്ച് വെപ്രാളവും നിലവിളിയും എനിക്ക് സഹിച്ചില്ല. ഞാൻ നോക്കിയപ്പോൾ അല്ലു നിതിന്റെ ഒരു അല്പം ബ്ലഡ് എന്റെ കണ്ണാസിനകത്തുണ്ടായിരുന്നു. എടുത്ത് 2 തുള്ളി ആ ചെറുക്കന്റെ വായിലോട്ട് ഇട്ട് കൊടുത്തതും ചെറുക്കനൊരു ഓട്ടമല്ലായിരുന്നു ദൂരെ. ഇനി ഞാനൊരു രഹസ്യം കൂടെ പറയാം. സൂപ്പർ സ്റ്റാർ അല്ലു നിതിൻ്റെ മലവും മൂത്രവും ഒന്നാം തരം വളമാണ്. ലോകത്തിന്നോളമുള്ളതിലേക്കും ഏറ്റവും നല്ല വളം. വിത്തിട്ട് അതിന് മുകളിൽ കുറച്ച് മണ്ണിട്ട് അതിന് മുകളിൽ കുറച്ച് അല്ലുവിന്റെ മലവും മൂത്രവും വെച്ചാൽ 1 മണിക്കൂറിൽ ഇത് വളരും. 2 മണിക്കൂറിൽ അത് കായ്ക്കും. 3-ാം മണിക്കൂറിൽ നമുക്ക് വിളവെടുക്കാം. അല്ലുവിന്റെ വേസ്റ്റിന് പോലും എന്നാ ഗുണമാ. അതൊന്നും നമുക്ക് കിട്ടൂല. അമേരിക്കക്കാർ കൊണ്ടുപോയില്ലയോ. ഇന്നിപ്പോ അല്ലുവിന്റെ വീട്ടിൽ രക്തദാനം നടക്കുക. ബക്കറ്റ് കണക്കല്ലയോ ഓരോരുത്തർ കൊണ്ടുപോകുന്നത്. എന്നാ പിന്നെ സൂപ്പർ സ്റ്റാർ അല്ലുവിൻ്റെ ദൈവികം തിരിച്ചറിഞ്ഞ് ആൾക്കാർ അല്ലുവിനെ ദൈവമായി ആരാധിക്കാൻ തുടങ്ങി. സൂപ്പർ സ്റ്റാർ അല്ലു നിതിനോട് യാചനയോടെ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലു നിതിൻ അവർക്ക് അനുഗ്രഹം ചൊരിയാൻ തുടങ്ങി. അങ്ങനെ ലോക ദൈവങ്ങളുടെ പട്ടികയിലേക്ക് ഒരു ദൈവം കൂടി വന്നു. സൂപ്പർ സ്റ്റാർ അല്ലു നിതിൻ ദൈവം, മഹാദൈവം. ദൈവമേ, 20 രൂപയുള്ളല്ലേ, ഓട്ടോ ഇല്ല. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. എൻ്റെ അല്ലു നിതിൻ ദൈവം. ഒരു 30 കോടി ലോട്ടറി അടിക്കാൻ അല്ലു കനിഞ്ഞാൽ ഈ ഓട്ടോയൊക്കെ വിറ്റ് സുഖമായിട്ട് അങ്ങ് ജീവിക്കാറുണ്ട്. ഓ, ലോട്ടറി അണ്ണ എന്തു അണ്ണ? എനിക്ക് ലോട്ടറി അടിച്ചെന്നോ? 30 കോടിയോ? അയ്യോ, പ്രാർത്ഥിച്ച ഉടനെ പ്രതിഫലം തരും എൻ്റെ അല്ലു നിതിൻ ദൈവമേ. പ്രാർത്ഥനയ്ക്കുത്തരം തരുന്നവൻ അല്ലു നിതിൻ ദൈവം. സൂപ്പർ സ്റ്റാർ അല്ലു നിതിൻ്റെ അതിശക്തമായ പവറിനെ കുറിച്ച് മനസ്സിലാക്കി അമേരിക്കൻ ബഹിരാകാശ ശാസ്ത്രശാഖയായ കോസയുടെ ഇന്ത്യൻ അംബാസഡർ റൊസാരിയോ അല്ലു നിതിനെ വിളിച്ചു. അത്രമാത്രം അമാനുഷികമായ ശക്തിയുടെ, ബുദ്ധിയുടെ വിളനിലമായി ലോകമറിയപ്പെട്ടവനായി അല്ലു നിതിൻ മാറി. ഹലോ, ഞാൻ കോസ ഇന്ത്യൻ അംബാസിഡർ റൊസാരിയോ. എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എന്താണ് സാർ വേണ്ടത്? എനിക്ക് അർജന്റായി കാണണം. നിതിൻ ഇപ്പൊ ഡൽഹിക്ക് എത്തണം. യെസ് സാർ, ഇപ്പൊ തന്നെ ഫ്ലൈറ്റ് എടുത്തു വരാം. മിസ്റ്റർ നിതിൻ, ഞങ്ങൾ ഒരു വലിയ ദൗത്യം താങ്കളെ ഏൽപ്പിക്കുകയാണ്. എന്താണ് സാർ അത്? കോസയ്ക്ക് വേണ്ടി ചൊവ്വയിലേക്ക് പോകാനുള്ള ദൗത്യമാണ് താങ്കളെ ഏൽപ്പിക്കുന്നത്.
സോറി സാർ, ഞാൻ ഓൾറെഡി BBM ഗാലക്സിയുമായി കമ്മിറ്റഡ് ആണ്. Wow, BBM Galaxy! What a wonderful opportunity, Mr. Nitin! Great! Congratulations! കോസയ്ക്ക് വേണ്ടി ചൊവ്വയിൽ പോകാതെ BBM ഗാലക്സിക്ക് വേണ്ടി ചൊവ്വയിൽ പോകാൻ തയ്യാറായ അല്ലു നിതിനെ വകവരുത്താൻ റൊസാരിയോ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരിടിക്ക് 15 ടൺ വെയിറ്റുള്ള ചിത്തി റോബോയെ ഏർപ്പാടാക്കി. ഹലോ നിതിൻ, ഞാൻ റൊസാരിയോ. നിങ്ങൾക്ക് കോസയ്ക്ക് വേണ്ടി ചൊവ്വയിൽ പോകാൻ പറ്റില്ല അല്ലേ? എങ്കിൽ BBMന് വേണ്ടിയും നിങ്ങൾ ചൊവ്വയിൽ പോകണ്ട. പകരം നിങ്ങളെ ഞാൻ പാതാളത്തിലേക്ക് അയക്കും. അതിനുവേണ്ടി ഞാൻ ചിത്തി റോബോയെ നിങ്ങളുടെ അടുത്തേക്ക് വിടുന്നുണ്ട്. ഒരിടിക്ക് 10 ടൺ വെയിറ്റുള്ള സൂപ്പർ സ്റ്റാർ അല്ലു നിതിനേക്കാൾ ഒരിടിക്ക് 15 ടൺ വെയിറ്റുള്ള യന്ത്രമനുഷ്യനായ ചിത്തി റോബോയുടെ ചവിട്ടുകൊണ്ട് അല്ലു നിതിൻ മരിച്ചു. അല്ലു നിതിനെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനിരുന്ന സമയമായിരുന്നു. അല്ലു നിതിന്റെ കാമുകിയുടെ കോൾ വന്നു. മൊബൈൽ റിംഗ്ടോൺ അടിച്ചു. മൊബൈൽ റിംഗ്ടോൺ കേട്ടപ്പോൾ അല്ലുവിന്റെ ജീവൻ തിരിച്ചു വന്ന് ശരീരത്തിൽ കയറി. കാമുകിയുടെ കോൾ അല്ലു നിതിൻ അറ്റൻഡ് ചെയ്തു. കാമുകി ഇങ്ങനെ പറഞ്ഞു, അല്ലു, നീ ജീവിക്കണം. ഈ ലോകത്തിന് നിന്നെ ആവശ്യമുണ്ട്. ലോക സമാധാനത്തിനും ലോക രാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും നീ വേണം. ഇത് കേട്ട അല്ലു നിതിന് തന്റെ 10 ടൺ ശക്തിയെ 20 ടണ്ണായി ഉയർത്താൻ കഴിയും. തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ വന്ന ചിത്തി റോബോയെ തിരക്കി അല്ലു നിതിൻ നടന്നു. ഞാൻ BBM ഗാലക്സി അഡ്മിനിസ്ട്രേറ്റർ. ലോകത്തെ മുട്ടൻ സ്പേസ് റിസർച്ച് സെന്റർ ഞങ്ങളുടേതാണ്. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ അല്ലു നിതിനെയാണ് ഞങ്ങൾ ചൊവ്വയിലേക്ക് വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലുവിന് സ്പേസ് ഷട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, പുള്ളി തന്നെ പറഞ്ഞങ്ങ് വയ്ക്കുമോ. പുള്ളി ചൊവ്വയിൽ നിന്ന് സംസാരിച്ചാൽ തന്നെ ഇനി കേൾക്കാം. പിന്നെ മറ്റ് സംവിധാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലു പോകുമ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി 50 ട്രാൻസ്പോണ്ടർ കൂടി കൊണ്ടുപോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് അത് അവിടെ വിഷയിച്ചിട്ടങ്ങ് വയ്ക്കുള്ളൂ. അങ്ങനെ BBM ഗാലക്സിക്ക് വേണ്ടി ചൊവ്വയിൽ പോകാൻ വിളി വന്നു. ഹലോ, ഇത് സൂപ്പർ സ്റ്റാർ അല്ലു നിതിൻ അല്ലേ? അതെ, ഞാൻ BBM ഗാലക്സി അഡ്മിൻ. പുതിയ നമ്പറാണോ? ആ അതെ, ഇത് ഓഡിയൻസ്. എന്താ സാറേ? എത്രയും വേഗം BBM ഗാലക്സി ഹെലിപ്പാഡിലെത്താം. ദാ എത്തി സാർ. വരണം മിസ്റ്റർ സൂപ്പർ സ്റ്റാർ, വരണം വരണം. അപ്പൊ പോവാനെല്ലാം പ്രിപ്പയർഡ് അല്ലേ? അതെ സാർ. ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ട്രാൻസ്പോർട്ട്. പോകും വഴി ബഹിരാശത്ത് തട്ടിയാലേ. ഓക്കെ സാർ. ചൊവ്വാ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു വന്ന സൂപ്പർ സ്റ്റാർ അല്ലു നിതിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാർസ് ബോയ് പട്ടം നൽകി ആദരിച്ചു. സൂപ്പർ സ്റ്റാർ അല്ലു നിതിന്റെ ചൊവ്വാ ദൗത്യ പൂർത്തീകരണം തിരിച്ചറിഞ്ഞ് മറ്റൊരു സ്പേസ് കമ്പനി അല്ലു നിതിനെ വിളിച്ചു. ഹലോ. ഓ മൈ ഗോഡ്, സാറോ? എന്താണ് സാറേ പറഞ്ഞാലും? സൂര്യന് പോകാൻ സൂര്യന് പോകാൻ ഈ ലോകത്ത് ഞാനല്ലാതെ പിന്നെ വേറെ ആരാണ് സാറുള്ളത്? കണ്ടില്ലേ, ഇതുപോലെ ലോജിക്കില്ലാത്ത കഥകളും അമാനുഷിക കഥാപാത്രങ്ങളുമായി വരുന്ന പൊട്ട സിനിമകൾ കണ്ട് നിങ്ങളുടെ കാശും വിലയേറിയ സമയവും കളയാതെ നല്ല സിനിമകൾ കാണൂ, നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കൂ.